ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനവുമായി നമുക്കായിരിക്കാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഗലാത്യ ലേഖനത്തിൽ നിന്നാണല്ലോ നാം തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭകൾക്ക് എഴുതുന്ന ലേഖനമാണല്ലോ ഗലാത്യ ലേഖനം. 1-ാം അധ്യായം നാം കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ദൈവം കൃപ തന്നു. 1-ാം അധ്യായത്തിൽ നാം പഠിച്ചത് പൗലോസ് അപ്പോസ്തലൻ താൻ അറിയിക്കുന്ന ദൈവകൃപയുടെ സുവിശേഷത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആ പരമാർത്ഥമായ ദൈവ സുവിശേഷം എന്താണെന്നും അത് തനിക്ക് എങ്ങനെ കിട്ടിയെന്നും ഒക്കെ പൗലോസ് അവിടെ പറയുന്നുണ്ട്. പക്ഷെ ആ ഗലാത്യ സഭകളിലെ വിശ്വാസികൾ ആ സത്യസുവിശേഷം കേട്ടു, അവർ വിശ്വസിച്ചു, ദൈവകൃപയിൽ വന്നു. എങ്കിലും അധികം താമസിയാതെ അവർ വേറെ ഒരു സുവിശേഷത്തിലേക്ക് മാറിയുന്നതായിട്ട് അപ്പോസ്തലൻ അവിടെ പറഞ്ഞിരിക്കുന്നു. അത് വേറൊരു സുവിശേഷം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു എങ്കിൽ തന്നെയും പൗലോസ് പറയുന്നുണ്ട് അത് സുവിശേഷമേ അല്ല. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ മറവിൽ സുവിശേഷം എന്ന് തോന്നുന്നത് പോലെ ചിലർ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ടതിന് പകരം മറ്റെന്തൊക്കെയോ പ്രസംഗിച്ച് ഗലാത്യരുടെ ഹൃദയത്തെ വശീകരിച്ച് കളഞ്ഞു. നമ്മൾ 3-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ചോദിക്കുന്നു, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആയി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. ശുദ്രം ചെയ്ത് മയക്കുക എന്ന് പറഞ്ഞാൽ മജീഷ്യൻസ് ഒക്കെ ചെയ്യുന്നത് പോലെ ആ ഒരു കൺകെട്ട് വിദ്യയിലൂടെ അവരെ മയക്കി വേറൊരു സുവിശേഷത്തിലേക്ക് അവർ മറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. അവരുടെ തുടക്കം നല്ലതായിരുന്നു എങ്കിലും ക്രമേണ അവർ കേട്ട, അവർ വിശ്വസിച്ച, അവർ വളർന്നു വന്ന ആ സത്യസുവിശേഷത്തിൽ നിന്നും വേറൊരു സുവിശേഷത്തിലേക്ക് പെട്ടെന്ന് മറിയുന്നതായിട്ട് നമ്മൾ അവിടെ വായിച്ചു പഠിച്ചു. പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവനെ വിട്ട് വേറൊരുവനിലേക്ക് നിങ്ങൾ മറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. പൗലോസ് എന്നിട്ട് പറയുന്നുണ്ട്, തനിക്ക് ഈ സുവിശേഷം ലഭിച്ചത് ഒരു വെളിപ്പാടിനാലാണ്. കർത്താവ് തനിക്ക് നേരിട്ട് കൊടുത്തതാണ്. പ്രമാണികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നോ ഒന്നും താൻ പ്രാപിച്ചതല്ല. തനിക്ക് തൻ്റെ പുത്രനെ ക്രിസ്തുവിനെ തന്നിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ താൻ ജഡരക്തങ്ങളോട് ആലോചിക്കുക ഒന്നും ചെയ്യാതെ വെളിപ്പാട് അനുസരിച്ച് അറബിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അറബിയിലായിരുന്ന സമയത്തായിരിക്കാം കർത്താവ് ഹൃദ്യമായി പൗലോസ് അപ്പോസ്തലന് ഏകാന്തതയിൽ വെളിപ്പെടുത്തി കൊടുത്തത് അനേകം ദൈവവചനത്തിലെ സത്യങ്ങളെ. അപ്പം അത് കഴിഞ്ഞ് പൗലോസ് 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, താൻ എങ്ങനെയാണ് ആ സുവിശേഷത്തിലേക്ക് വന്നതും ആ സുവിശേഷം അറിയുന്നതിനു മുമ്പേ താൻ ആരായിരുന്നു എന്നൊരു ദൂഷകനായിരുന്നു, ക്രിസ്തു സഭയെ മുടിച്ചവനായിരുന്നു. ആ സുവിശേഷം തന്നിൽ ഒരു വലിയ മാറ്റം വരുത്തി. ആ മാറ്റത്തിലൂടെ ദൈവകൃപ ദൈവ മഹത്വം പ്രദർശിപ്പാനായിട്ട് ഇടയായിരുന്നു. താൻ ക്രിസ്തു സഭയെ മുടിക്കുന്നവനായിരുന്നു. താൻ സുവിശേഷം കേട്ട് ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷം അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഇടയായി തീർന്നു. അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീർന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ 2-ാമത്തെ അധ്യായത്തിലേക്ക് വന്നു. അപ്പൊ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് പൗലോസ് ആദ്യം പത്രോസിനെ 1-ാമത്തെ അധ്യായത്തിൽ അവസാന ഭാഗം കണ്ടു. പത്രോസിനെ കാണുവാനായിട്ട് കുറച്ചു ദിവസം യെരുശലേമിലേക്ക് പോയി എന്ന് പറഞ്ഞു. അതൊരു പ്രൈവറ്റ് വിസിറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ കാണുന്ന പൗലോസ് യെരുശലേമിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടി യെരുശലേമിലേക്ക് പോകുന്നു എന്ന് പറയുന്നു.
അപ്പൊ ഇത് രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യസുവിശേഷം ഒന്നേയുള്ളൂ. അത് എന്നും എക്കാലത്തും ഒന്നും മാത്രമേ ഉള്ളൂ. അത് ക്രിസ്തുവിന്റെ സുവിശേഷം മാത്രം. സുവിശേഷത്തിന്റെ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഒരു കാലത്തും വ്യത്യാസമില്ല. എനിക്കോ നിങ്ങൾക്കോ അത് എവിടെയായിരുന്നാലും എന്നായിരുന്നാലും സുവിശേഷത്തിന്റെ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിലനിൽക്കണം. നമ്മൾ യെരുശലേമിലേക്ക് പൗലോസ് അപ്പോസ്തലൻ പോകുന്നു, കേഫാവിനെ കാണുന്നു, തീത്തോസുമായി പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ അത് എഴുതിയത് വെറുതെ ഒന്നുമല്ല അവിടെ എഴുതിയത്. നമ്മൾ വായിക്കുമ്പോൾ അത് വലിയ കാര്യമൊന്നുമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ അർത്ഥം മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യസുവിശേഷത്തെ നിലനിൽക്കണം, അല്ലെന്നുണ്ടെങ്കിൽ തെറ്റിപ്പോകുവാനായിട്ട് ഇടയായി തീരും. അപ്പം സുവിശേഷം ഒന്നേ ഉള്ളൂ, അതിന് ഒരു മാറ്റവുമില്ല. അതിനായിട്ട് ഒന്ന് കൂട്ടുകയോ ഒന്ന് കുറയ്ക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മള് കണ്ടു, പൗലോസ് പറഞ്ഞു താൻ പ്രസംഗിക്കുന്ന സുവിശേഷം തനിക്ക് നേരിട്ട് ലഭിച്ചതാണെങ്കിലും താൻ പ്രസംഗിക്കുന്ന സുവിശേഷവും അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്ന സുവിശേഷവും ഒന്ന് ആണ് എന്ന് ഉറപ്പിക്കുന്നൻ തന്നെയാണ് താൻ ഇത് എഴുതിയിരിക്കുന്നത്. പൗലോസ് അന്ത്യോക്കയിലും മറ്റുമൊക്കെ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. പത്രോസും കൂട്ടരും ഒക്കെ എവിടെ പ്രസംഗിക്കുന്നു? യെരുശലേമിൽ പ്രസംഗിക്കുന്നു, അല്ലെ? പൗലോസ് അന്ത്യോക്കയിൽ പ്രസംഗിക്കുന്ന സുവിശേഷവും പത്രോസും കൂട്ടരും യെരുശലേമിൽ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൽ നമ്മൾ മാറ്റമൊന്നുമില്ല. അവർ രണ്ടും പ്രസംഗിക്കുന്ന ആരെയാ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാ പ്രസംഗിക്കുന്നത്, അല്ലെ? അപ്പം വ്യത്യാസമൊന്നുമില്ല. പക്ഷെ രണ്ട് സ്ഥലങ്ങളിലാണ്. അതുപോലെ തന്നെ അന്ന് അവർ പ്രസംഗിച്ച സുവിശേഷം ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം ഒന്ന് മാത്രമേ ഉള്ളൂ. സുവിശേഷത്തെ സത്യത്തിന് ഒരിക്കലും ഒരു മാറ്റവുമില്ല. എന്നിട്ട് നാലാമത്തെ വാക്യത്തിൽ പറയുന്നു, തീത്തോസ് യവനെങ്കിലും വായിക്കാം. എന്റെ കൂടെയുള്ള തീത്തോസ് എവനെങ്കിലും പരിശോധന ഏൽപ്പാൻ ആരും അവനെ നിർബന്ധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, യഹൂദ മതാനുസാരികളായ ചിലർ അവിടെ കടന്നു വരികയും സത്യസുവിശേഷം എന്ന് പറയുന്ന വിശ്വാസം രക്ഷയാൽ മാത്രമാണ് പൗലോസും മറ്റ് അപ്പോസ്തലന്മാരെല്ലാം പഠിപ്പിച്ച അത് തന്നെയാണ് സുവിശേഷത്തിന്റെ കാതലായ സത്യം, 10 എന്ന് പറയുന്നത്. പക്ഷേ ചിലർ കടന്നു വരികയും യഹൂദന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളായവർ അവിടെ കടന്നു വന്നിട്ട്, ക്രിസ്ത്യാനികൾ ഞാൻ പറയും, വിശ്വാസികൾ എന്ന് പേരുള്ളവർ അവിടെ കടന്നു വരികയും എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പം ക്രിസ്ത്യാനികൾ എന്ന് പേരുള്ളവർ അവിടെ വന്നു. എന്തുവാ ചെയ്തത്? അവര് ക്രിസ്തുവിലെ രക്ഷയ്ക്ക് വേണ്ടി ആ വിശ്വാസം മാത്രമല്ല, ന്യായപ്രമാണത്തിലെ ചില അനുഷ്ഠാനങ്ങൾ കൂടെ അനുസരിക്കണമെന്ന് അവരെ പറഞ്ഞു. കാരണം അന്ത്യോക്കയിലും ഒക്കെ ഉള്ളവർ അനേക ജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളിലേക്ക് വന്നവരാ, അല്ലെ? അപ്പം ജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളാകുന്നവർ ആദ്യം യഹൂദ മതാനുസാരികളായി തീരണം, പരിച്ഛേദന ഏൽക്കണം, പിന്നെ അവർക്ക് ക്രിസ്ത്യാനികളാകാൻ പാടുള്ളൂ എന്ന ചിന്തകൾ അവിടെ കടന്നു വരികയും ഉപദേശങ്ങൾ അവിടെ കടന്നു വരികയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എന്നിട്ട് തീത്തോസ് യവനെങ്കിലും നിർബന്ധിച്ചില്ല. കാരണം അപ്പോസ്തലന്മാരും എല്ലാം പ്രസംഗിക്കുന്ന സുവിശേഷം ഒന്ന് തന്നെയാണ്. യവനാണെങ്കിൽ ക്രിസ്ത്യാനി ആവണമെങ്കിൽ പരിച്ഛേദന ഏൽക്കേണ്ട കാര്യമില്ല, അഗ്രചർമ്മിയല്ലേ? അപ്പൊ പരിച്ഛേദന ഏൽക്കേണ്ട കാര്യമില്ല. ക്രിസ്തുവിലെ വിശ്വാസത്താൽ അഗ്രചർമ്മവും പരിച്ഛേദനയും ഒന്നുമില്ല. ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്ന അത്ര എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാവരും യവനന്മാരും എല്ലാവരും ഏക ശരീരമാകുമാറ് ക്രിസ്തുവുമായി ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനെ സ്നാനമേറ്റു ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു എന്നാ പറയുന്നത്, അല്ലെ? എല്ലാവരും ഒന്നാണ്. അപ്പോ അതിന് ഇനി ക്രിസ്തുവിലെ വിശ്വാസത്താൽ അല്ലാതെ ഇനി പരിച്ഛേദനയുടെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അവരവിടെ പ്രസംഗിച്ച സുവിശേഷവും ഒന്ന് തന്നെയാണ്. തീത്തോസിനെ അതുകൊണ്ട് ആരും നിർബന്ധിച്ചില്ല. കാരണം പത്രോസും മറ്റുള്ളവരും ആരും അതിനുവേണ്ടി പരിച്ഛേദന ഏൽക്കണം, ജാതികളിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വരുന്ന പരിച്ഛേദന ഏൽക്കണമെന്ന് ആരോടും പറഞ്ഞില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം പൗലോസും പ്രസംഗിച്ച സുവിശേഷവും പത്രോസ് പ്രസംഗിച്ച സുവിശേഷവും ഒന്ന് തന്നെയാണ് തെളിയിക്കുന്നതായിരിക്കും അന്ന്. അപ്പൊ അതുകൊണ്ടാണ് അവരെ തീത്തോസിനെ പരിച്ഛേദന ഏൽക്കാൻ നിർബന്ധിക്കാതിരുന്നത്. മറ്റുള്ളവർ പറയുന്നുണ്ട് ജാതികളിൽ നിന്ന് വരുന്നവർ പരിച്ഛേദന ഏൽക്കണമെന്ന്. പക്ഷെ അപ്പോസ്തലന്മാർ അവിടെ പോയപ്പോൾ തീത്തോസിനെ അതിനാരും നിർബന്ധിച്ചില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഓക്കെ, നമുക്ക് 4-ാമത്തെ വാക്യത്തിലേക്ക് പോകാം.
അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു? അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കും. രണ്ടാമത്തെ വാക്യത്തിന്റെ തുടർച്ച തന്നെയാണ് അത്. ജാതികളിൽ പ്രസംഗിക്കുന്ന സുവിശേഷവും ആ യഹൂദന്മാരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം ഒന്ന് തന്നെ എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ എന്ന് പറയുന്നുണ്ട്. POC ബൈബിളിൽ പറയുന്ന വ്യാജ സഹോദരന്മാർ എന്നാണ്. ജൂഡായിസേഴ്സ് അല്ലെങ്കിൽ യഹൂദ മതാനുസാരികളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ POC ബൈബിൾ ഒന്ന് വായിച്ചു പോകാം, ശ്രദ്ധിച്ചു കേട്ടാൽ മതി. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്ത് ഞങ്ങളെ അടിമത്തത്തിൽ കൊണ്ട് ചെന്നെത്തിക്കുന്നതിന് വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി. ഇപ്പം വ്യാജ സഹോദരന്മാർ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വിശ്വാസികൾ എന്ന് പേർ പറയുന്നവർ, അല്ലെ ക്രിസ്ത്യാനികൾ എന്ന് പേർ പറയുന്നവർ, വ്യാജ സഹോദരന്മാർ. അപ്പം അവര് പൗലോസ് പറഞ്ഞു തന്നെ വെളിപ്പാട് അനുസരിച്ചാണ് പോകാൻ കാരണമുണ്ട്. ഇവിടെ എല്ലാം ഓൾറെഡി പ്രശ്നങ്ങൾ അവിടെ നുരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, അല്ലെ? അപ്പം അവര് രഹസ്യത്തിൽ എന്നാ പറയുന്നത്. സീക്രട്ട്ലി വ്യാജന്മാർ എന്ന ലേബലിലല്ല അവര് വന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്, അവർ നമ്മളുടെ ഇടയിൽ തന്നെ ഉള്ളവരായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലേ. നമ്മുടെ ഇടയിൽ തന്നെ ഉള്ളവരായിരുന്നു പറഞ്ഞു. ആ സഭയിൽ നിന്നുകൊണ്ട് തന്നെ അതിനകത്ത് ഓൾറെഡി ഉണ്ട് വ്യാജന്മാര്. ആർക്കും മനസ്സിലാകാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്നത് സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ വ്യാജന്മാരാണെന്നോ ഞങ്ങൾ സാത്താനാണെന്നോ സാത്താന്റെ ദൂതന്മാരാണെന്നോ ഒന്നും പറഞ്ഞല്ല ആരും ഈ വ്യാജ സുവിശേഷം അവിടെ കലക്കുന്നത്. അവര് ആ ഒരു ലേബലിലേ അല്ല വരുന്നത്, അവര് രഹസ്യത്തിൽ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ യഹൂദ മതാനുസാരികളെ കുറിച്ച്, ആ വ്യാജ അപ്പോസ്തലന്മാരെ കുറിച്ചുള്ള വ്യാജരെ കുറിച്ച് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം അവരെന്തവാ പറഞ്ഞതെന്നും. യെരുശലേം കൗൺസിലിലെ ചില നടന്ന കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15-ന്റെ 1-5 ഞാൻ വായിക്കാം. യഹൂദിയിൽ നിന്ന് ചിലർ വന്നു നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. അത് എവിടുത്തെ സംഭവമാണ്? ഇവിടെ അന്ത്യോക്യയിൽ നടന്ന സംഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആരാ വന്ന്? യഹൂദ മതാനുസാരികൾ. 5-ാമത്തെ വാക്യം നോക്കിയേ. എന്നാൽ പരീക്ഷപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ, യഹൂദന്മാരിൽ നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിക്കാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. അപ്പം പരീക്ഷപക്ഷത്തുള്ളവർ യഹൂദന്മാർ, ഒരു ലോബി തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം വിശ്വാസത്താലുള്ള രക്ഷ ക്രിസ്തുവിൽ മാത്രം, അല്ലെ വിശ്വാസത്താൽ മാത്രം എന്ന് പറയുമ്പോൾ അത് മാത്രം പോരാ. ആ യഹൂദ മതത്തിലെ ചില ചട്ടക്കൂട്ടുകൾ കൂടെ, അല്ലെ ചില പ്രമാണങ്ങൾ കൂടെ, അല്ലെ പരിച്ഛേദന കൂടെ ചിലതും കൂടെ ചെയ്യണം എന്ന് അവരെ പഠിപ്പിച്ചു. അപ്പൊ അങ്ങനെ വന്നു. അപ്പൊ അവര് എന്താ പറയുക, ആ സ്പൈ ഔട്ട് എന്നാ പറഞ്ഞത്. അവര് രഹസ്യത്തിൽ വന്നു. എന്തിനു വേണ്ടി അവർ വന്നേ? ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ ഞാൻ വാക്യം അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ, സ്പൈ ഔട്ട് ചെയ്യുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പൊ ആ ക്രിസ്തുവേശുവിലുള്ള ആ സ്വാതന്ത്ര്യം നിന്നും അവരുടെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് സാത്താന്റെ കിങ്കരന്മാരാണ് ഇതെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെയുള്ള ആ സ്വാതന്ത്ര്യം ലഭിച്ചോ വീണ്ടും എങ്ങനെയാ മറ്റുള്ള ആ ഒരു അടിമത്വത്തിലേക്ക് പോകുന്നത്? അപ്പൊ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, ക്രിസ്തുവേശുവിലൂടെ ലഭിച്ച സ്വാതന്ത്ര്യം. ഒരിക്കൽ ഇവർ ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിലായിരുന്നു. ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ചു വീണ്ടും അതിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് ആയിത്തീരുകയാണ് ചെയ്തത്. അപ്പൊ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്നാ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. റോമാലേഖനം
അതിൽ നല്ല വിശദമായിട്ട് പറഞ്ഞിട്ട് ഞാൻ 1-2 വാക്യങ്ങൾ റോമാലേഖനത്തിൽ നിന്നും പറഞ്ഞു പോകാം. നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾ ക്രിസ്തുവിലൂടെ സാന്ത്വനം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുന്നതും നല്ലതാ. നമുക്ക് വായിക്കാം റോമാലേഖനം 3:21. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്തിലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അപ്പം ആ ക്രിസ്തുവിലെ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസമുള്ള ദൈവനീതി തന്നെ. കാരണം ദൈവത്തോട് നീതി പുലർത്തുവാൻ കഴിയാതിരുന്ന മനുഷ്യനെ, വരുവാൻ കഴിയാതിരുന്ന മനുഷ്യനെ ആ ക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള ആ ദൈവനീതി ന്യായപ്രമാണം കൂടാതെ, ന്യായപ്രമാണത്തിന്റെ ആവശ്യമില്ല, ആ വിശ്വാസത്താൽ മാത്രം വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അപ്പം സൗജന്യമായി ലഭിച്ച നീതി അല്ലേ. അതുകൊണ്ടല്ലേ റോമാലേഖനം 8:3-4 പറയുന്നത്, മനുഷ്യർക്ക് അത് ഒരിക്കലും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല, ന്യായപ്രമാണത്തിന് ഒരിക്കലും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. ആ നീതി ക്രിസ്തു വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. വായിക്കാം 8:3-4. റോമാലേഖനം 8:3-4. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെ അല്ല, ആത്മാവിനെ അത്രയും അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടത് തന്നെ. ന്യായപ്രമാണത്തിന് കഴിയത്തില്ല, മനുഷ്യർക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും നമ്മുടെ പാപങ്ങളെയൊക്കെയും തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് തന്റെ നീതി നമുക്ക് പകരമായിട്ട് തരികയും ചെയ്തു. അങ്ങനെയാണ് നാം ക്രിസ്തുവിൽ സ്വതന്ത്രരായത്. ആ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി നമ്മുടെ പഴയ മനുഷ്യനിൽ നിന്ന്, നല്ല ജഡത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് സ്വാതന്ത്ര്യമായി ആത്മാവിനാൽ പുതുക്കം വന്ന ഒരു പുതിയ മനുഷ്യനെ ധരിക്കാനായിട്ട് ഇടയാകുന്നു. അതാണ് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്. ആ ക്രിസ്തുവിലൂടെ നമുക്ക് സൗജന്യമായി ലഭിച്ച നീതി. 3:24 റോമാലേഖനം പറയുന്നുണ്ട്, അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെട്ടെ. ആ ഒരു വിശ്വാസം മാത്രം മതി രക്ഷയ്ക്ക്. സൗജന്യമാണ്, വേറെ ഒന്നിന്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ യഹൂദ മതാനുസാരികൾ പറയുന്നു, അത് പോരാ, വേറെ എന്തെങ്കിലും കൂടെ കുറച്ചും കൂടെ കാര്യങ്ങൾ വേണം എന്ന് പറഞ്ഞ് ആ പഴയ അടിമത്വത്തിലേക്ക് പോകുവാൻ അവരെ ഉപദേശിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ ആ ക്രിസ്തുവിലെ സ്വാതന്ത്ര്യത്തിൽ നിന്നും ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ വായിച്ചു പോകുമ്പോൾ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നത്തില്ല. പക്ഷെ സുവിശേഷത്തിന്റെ അടിസ്ഥാന സത്യങ്ങളാണ്. ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രമേ അത് മനസ്സിലാകാനായിട്ട് ഇടയായി തീരുന്നുള്ളൂ. അപ്പം ഇവരെന്തോ ചെയ്തേ, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നും ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഗലാത്യലേഖനം 3:13 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആ ക്രിസ്തു നമുക്ക് വേണ്ടി അങ്ങ് ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയെന്ന് പറയുന്നു. നമുക്കൊന്ന് വായിക്കാം ഗലാത്യർ 3:13. ഗലാത്യർ 3:13. മരത്തിൽ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇനി നാം അതിലേക്ക് പോകേണ്ട കാര്യമേ ഇല്ല. നമുക്ക് ഗലാത്യ ലേഖനം 4-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന, അവർ ഓൾറെഡി അതിലേക്ക് ചാഞ്ഞിരിക്കുന്നു, അതിലേക്ക് പോയി. പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ മുമ്പേ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ ഈ ബലഹീനമായ ആദ്യ പാഠങ്ങളിലേക്ക് പോയി അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ നോക്കുന്നു എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. കാരണം ഓൾറെഡി നിങ്ങൾ ആ അടിമത്തിൽ നിന്നും വന്നതാണ്, തിരിച്ച് ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നതാണ്. വീണ്ടും നിങ്ങൾ പഴയതിലേക്ക് പോകുന്നുവോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. നമുക്ക് വായിച്ചു പോകാം. ഗലാത്യ ലേഖനം 4:9, 10, 11 വാക്യങ്ങൾ. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ ഒരു കാലത്ത് അടിമകളായിരുന്നു, നിങ്ങൾ അതിനെല്ലാം മാറിപ്പോയവരാണ്. ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിച്ചവരാണ്.
പക്ഷെ നിങ്ങൾ പുതുതായി വീണ്ടും അവയ്ക്ക് അടിമപ്പെടുക. ആദ്യ പാഠങ്ങളിലേക്ക് അതിനെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ബലഹീനവും ദരിദ്രവുമായി, ബലഹീനമാത് അതിന് ഒരിക്കലും മനുഷ്യൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അങ്ങനെ ആ ദരിദ്രമായ ആ ആദ്യ പാഠങ്ങളിലേക്ക് പോയി അവയ്ക്ക് പുതുതായി വീണ്ടും അടിമപ്പെടുവാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസിന്റെ ഭയം ഒന്ന് നോക്കിയേ. അവർക്ക് വേണ്ടി അധ്വാനിച്ച പൗലോസ് 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആ ക്രിസ്തു നിങ്ങൾ ഉരുവാവുവോളം പ്രസവ വേദനപ്പെടുന്നവനായ ഞാനെന്ന് പറയുന്നുണ്ടല്ലേ. ആ ഒരവസ്ഥയിലേക്ക് ആയിത്തീരുവാനായിട്ടിടെ അവരിൽ എങ്ങനെയെങ്കിലും ക്രിസ്തുവിനെ ജനിപ്പിക്കണം, അല്ലെ താൻ സുവിശേഷം അറിയിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനെ അവരുടെ ഉള്ളിൽ ജനിപ്പിക്കണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ തനിക്ക്. അങ്ങനെ ആയപ്പോൾ ഇവര് ആ ആദ്യ പാഠങ്ങളിലേക്ക്, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നും വീണ്ടും ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നപ്പോൾ പൗലോസ് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമുക്കറിയാം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ സാത്താൻ ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു, അല്ലെ. അവിടെയും കള്ള സഹോദരന്മാർ നുരഞ്ഞു വന്ന് വേറൊരു സുവിശേഷവും വേറൊരു യേശുവിനെയും പ്രസംഗിച്ചപ്പോൾ അവരും അതിലേക്ക് മറിഞ്ഞു പോകുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് പൗലോസ് ചോദിക്കുക, നിങ്ങൾ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം ഞാൻ നിങ്ങളെ ക്രൂശിക്കപ്പെട്ടവനായ ഒരു ക്രിസ്തുവിനെയാണ് നിങ്ങളോട് ഞങ്ങൾ സംസാരിച്ചത്. ആ ക്രിസ്തുവിനെയാ ഞാൻ കാട്ടിത്തന്നത്. ആ ക്രിസ്തു നിങ്ങൾ ഉരുവാകുവാനും ആ ക്രിസ്തു നിങ്ങൾ വളരുവാനും നിങ്ങൾ ആ ക്രിസ്തുവിൽ ആയിത്തീരുവാനുമാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ നിങ്ങൾ എത്ര പെട്ടെന്ന് വേറൊന്നിലേക്ക് മായുവാനായിട്ട് ഇടയായി തീർന്നു. സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ടവർ വീണ്ടും അതിലേക്ക് പോയാൽ അവരെ വീണ്ടും തിരിച്ചു വരുത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പൗലോസ് പറയുക, താൻ അധ്വാനിച്ചത് വെറുതെയായി പോയോ എന്ന് താൻ ഭയപ്പെടുന്നു. താൻ പോയ എല്ലാ സഭകളെ കുറിച്ചും തനിക്കുള്ള ഒരു പേടി ഇതായിരുന്നു. പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് പല ആപത്തുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സഭകളെ കുറിച്ചുള്ള ചിന്താഭാരവും എനിക്ക് അതിലധികമായി ഉണ്ട്. താൻ പ്രസംഗിച്ച സുവിശേഷം തന്നെ മറ്റുള്ളവർ കടന്നു വന്നിട്ട് അവരെ അതിൽ നിന്ന് മാറ്റിക്കളയുമോ എന്നൊരു ചിന്താഭാരം എപ്പോഴും പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ എല്ലാ ലേഖനങ്ങളും എഴുതുമ്പോഴേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസിനെയാണ് നമ്മൾ കാണുന്നല്ലേ. റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എപ്പോഴും എൻ്റെ പ്രാർത്ഥന നിങ്ങളെ ഓർക്കുന്നു എന്ന് ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി എന്ന് പറയുന്നുണ്ട്. താൻ പോയ സഭകളിലൊക്കെയും വീണ്ടും വീണ്ടും ചെന്ന്, അന്ന് നമ്മൾക്ക് ഉള്ളതുപോലെ എഴുതപ്പെട്ട ദൈവവചനം ഇല്ലായിരുന്നു. വചനം കേട്ടവർ ദൈവത്തെ അറിയുകയും അവര് മറ്റൊരിടത്ത് പോയി സുവിശേഷം അറിയിക്കുകയും ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാർ പോവുകയും തമ്മിൽ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പൗലോസ് 1ാമത് മിഷണറി യാത്രയിൽ പോയ സ്ഥലങ്ങളിലൊക്കെയും പിന്നെയും വീണ്ടും വീണ്ടും പോവുകയും അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെ അങ്ങനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു വന്നവർ ആ ക്രിസ്തുവിനെ വിട്ട് വേറൊരു അടിമത്തത്തിലേക്ക് പോകുമ്പോൾ പൗലോസിന്റെ അവസ്ഥ, കാരണം മക്കൾ മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥ, ആ ഒരു ഹൃദയവേദനയാണ് പൗലോസിനുള്ളത്. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടായെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ഞാനല്ലോ ക്രിസ്തുവേശു നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. എന്താ പറയുക, മക്കളെ പോലെ ഒരു സ്നേഹം എല്ലാ സഭകളോടും പൗലോസിന് ഉണ്ടായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി, ആ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി എങ്ങനെയെങ്കിലും അനേകരെ നേടുന്നതിന് വേണ്ടി താൻ ശ്രമിച്ചുകൊണ്ട് പൗലോസ് കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി എന്ന് പറയുന്നുണ്ട്. ക്രിസ്തുവിന് വേണ്ടി അധ്വാനിക്കാൻ താൻ ആവോളം ശ്രമിച്ചുകൊണ്ട് ഇരുന്നു. അപ്പൊ അതിലേക്ക് ചാഞ്ഞു, അല്ലെ. ആ അപകടം മനസ്സിലാക്കി ഇപ്പോൾ അവരെ ശകാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം ലഭിച്ചവർ ക്രിസ്തുവിന്റെ വചനത്തിനും ആത്മാവിനും കീഴടങ്ങി ജീവിക്കണം. ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം മറ്റൊന്നിനും അധീനായി പോകുവാനായിട്ട് ഇടയാക്കരുത്.
ക്രിസ്തുവിൽ എപ്പോഴും നിലനിൽക്കണം എന്നാണ് എല്ലാ ലേഖനങ്ങളിലും പൗലോസ് പറയുന്നത്. കാരണം നമ്മൾ ബലഹീന മനുഷ്യരാണ്, നമുക്ക് എപ്പോഴും മാറി പോകാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് താഴോട്ട് വരുന്ന വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പത്രോസ് മാറിപ്പോയതായിട്ട് കാണുന്ന അത്ര വലിയ ലീഡേഴ്സും ഒക്കെ മാറിപ്പോകുമ്പോൾ നമ്മൾ ബലഹീന മനുഷ്യരാണ്, നമുക്കും മാറിപ്പോകുവാനോ കേട്ട വചനത്തിൽ നിന്ന് തെറ്റിപ്പോകുവാനോ നമുക്ക് ഇടയായി തരും. അങ്ങനെ പോകരുത്. ഗലാത്യലേഖനം 5:13 പൗലോസ് പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ. നമ്മൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം ഇനി അത് ആ സ്വാതന്ത്ര്യം, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തെ അനുസരിച്ച് ഇനി നടക്കരുത് എന്ന് പറയുന്നുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിലെ പൗലോസ് പറയുന്നുണ്ട്, ആ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ നിങ്ങൾ ഹൃദയപൂർവ്വം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം റോമാലേഖനം 6:17 മുതലുള്ള വാക്യങ്ങൾ. അവരെ കള്ളപ്രവാചകന്മാർ മറ്റൊരു യേശുവിനെ സുവിശേഷിച്ചപ്പോൾ അവരുടെ ഇടയിലേക്ക് പോയി. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കും മറ്റൊരു യേശുവിനെ സുവിശേഷിക്കുന്നത് കേട്ട് പോകുന്നില്ലെങ്കിലും ഈ ലോകത്തിനും ജഡത്തിനും അധീനരായി പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറഞ്ഞ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 6:17. എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ ആയിരുന്നെങ്കിലും ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പേ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം, കാരണം നമ്മൾ ഇപ്പോഴും ജഡത്തിലായി ജീവിക്കുക, ആ ബലഹീന നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. ഒരു കാലത്ത് നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങൾ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പീൻ എന്ന് പറയുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുള്ള ഈ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ പാപം ചെയ്യുന്നതിനുള്ള ഒരു ലൈസൻസ് അല്ല എന്ന് പറയുന്നുണ്ട്. ചിലര് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമ്മള് റോമാലേഖനം 6 പറഞ്ഞ കൃപ പെരുകെണ്ണി പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന ഒരു നാളുമല്ല, അല്ലെ? അപ്പം ആ കൃപ എന്ന് പറയുന്നത് പാപം ചെയ്യാനുള്ള ലൈസൻസ് ഒന്നും അല്ല. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യവും പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 2:16. 1 പത്രോസ് 2:16. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം, ഏത് സ്വാതന്ത്ര്യ? ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പിൻ. ചിലർ പറയുന്നുണ്ട് എനിക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുണ്ട്, അതിന് എനിക്ക് എല്ലാം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലേ. ഞാൻ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നുണ്ട്, ഞാൻ വചനം അനുസരിച്ചുകൊണ്ട്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം. ഇല്ല, സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പീൻ എന്ന് പറയുന്നുണ്ട്. ഈ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ തന്നെയും റോമാലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. റോമർ നമുക്ക് അറിയാവുന്ന വാക്യമാ. ആ ആദ്യത്തെ 16-ാമത്തെ വാക്യം നമുക്കറിയത്തില്ല, പക്ഷെ 17-ഉം 18-ഉം ഒക്കെ നമുക്ക് നല്ലോണം അറിയാം. 14:16 നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. നിങ്ങളുടെ നന്മ എന്താ? ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം, ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ലഭിച്ച നിത്യജീവൻ, ആ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾ ദൂഷണം വരുത്തരുത്. എന്ന് വെച്ചാൽ ദൈവനാമത്തിന് നിങ്ങൾ ദൂഷണം വരുത്തരുത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനും തന്നെ. അപ്പം നമ്മൾ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം, ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ, ആ ദൈവരാജ്യത്തിലുള്ളവർ, ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമാകണം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല, മനുഷ്യർക്ക് കൊള്ളാവുന്നവർ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. മനുഷ്യരെ പ്രസാദിപ്പിച്ചാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് കഴിയുകയില്ല. ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മനുഷ്യർക്ക് കൊള്ളാകുന്നവനാകുവാനും കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക്
പിന്നെ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ ക്രിസ്തുവിലുള്ള നമ്മളുടെ സ്വാതന്ത്ര്യത്തെ അവരുടെ സ്വാതന്ത്ര്യത്തെ എന്നോട് വായിക്കാം. നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവേശുള്ള നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവർ നുഴഞ്ഞു വന്നവരാ. അവരെ ഞങ്ങൾ തെറ്റായ ഉപദേശം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു വന്നവരൊന്നും അല്ല. അവര് സ്പൈ ഔട്ട് ചെയ്തവരാ. അവരിങ്ങനെ നുഴഞ്ഞു കയറി തെറ്റായ ഉപദേശം പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാനായിട്ട്. നമ്മുടെ സ്വാതന്ത്ര്യം അവർക്ക് അത്ര ശരി എന്നല്ല, അവരെ വീണ്ടും ആ പാപത്തിന്റെ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും നോക്കുക, ചുറ്റും കണ്ണോടിക്കുക, നമ്മൾ കേൾക്കുന്നത് നോക്കുക. എല്ലാത്തിനും ആധാരം എന്തായിരിക്കണം? ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനമല്ലാതെ നമുക്ക് വേറെ ഒരു ആധാരവുമില്ല. ആരും പറയുന്നത് കേൾക്കണ്ട. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ബെരോവയിലുള്ളവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. എന്തായിരുന്നു? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് തന്നെ അവരെന്തോ ചെയ്തു? വീണ്ടും അത് ശരിയാണോ എന്ന് ഒത്തുനോക്കുന്നവരായിരുന്നു. നമ്മൾ എത്ര പേര് ഒത്തുനോക്കും അല്ലേ? നമ്മൾ പറയും നിങ്ങളൊന്ന് വായിച്ചു നോക്കണം വീട്ടിൽ ചെന്ന്. എത്ര പേര് വായിച്ചു നോക്കും പറയുന്നതൊക്കെ അല്ലേ? അത് നമ്മൾ നമ്മൾ വചനത്തെ വചനം കൊണ്ട് തന്നെ ഖണ്ഡിക്കുകയും ചെയ്യണം. വചനം മറ്റ് പറയുന്നവർ എന്ത് പറഞ്ഞാലും അത് വചനത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയും ചെയ്യണം. അത് സത്യസുവിശേഷമാണെന്ന് അംഗീകരിക്കുകയും വേണം. കാരണം സത്യസുവിശേഷം മാത്രമേ അംഗീകരിക്കാവൂ. സ്തോത്രം. നമുക്ക് 5-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 5-ാമത്തെ വാക്യം. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ആർക്ക്? നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർക്ക് വഴങ്ങിക്കൊടുത്തില്ല. പൗലോസ് പറയുകയാണ്, പൗലോസും ബർന്നബാസും തീത്തോസും കൂടെയുള്ള യഹൂദന്മാരും ചില അവരുടെ സഹപ്രവർത്തകരും മറ്റുള്ളവർ നുഴഞ്ഞു വന്ന് ക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അടിമപ്പെടുത്തി അവരുടെ ആ അടിമത്തത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ പൗലോസ് പറയാ, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, സുവിശേഷത്തിന്റെ സത്യം ഒന്നേ ഉള്ളു. അത് ഇന്നും എന്നും എപ്പോഴും ഒന്ന് തന്നെയാണ്. അത് ക്രിസ്തുവിന്റെ സുവിശേഷം മാത്രം. പൗലോസ് പറയുന്നുണ്ട് റോമാലേഖനത്തിൽ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, ഞാൻ അതിന് ഒരിക്കലും വഴങ്ങിക്കൊടുക്കുകയില്ല. ഞാൻ ഒന്നിനും സുവിശേഷത്തോട് ഞാൻ വേറൊന്നിനും ഞാനെ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒന്നിനും പൗലോസ് നമുക്കറിയാം, 1 കൊരിന്ത്യർ ലേഖനം നമ്മൾ പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞു, ഞാൻ സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും ഞാൻ യാതൊന്നിനും അധീനരാകുകയുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നിനും എന്നെ തന്നെ വഴങ്ങി കൊടുക്കുന്നില്ല. സുവിശേഷമാണ് എനിക്ക് ഏറ്റവും പ്രധാനം. എപ്പോഴും സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുവാൻ പൗലോസ് ഒരുങ്ങിയിരിക്കെ. നമുക്കറിയാം, താഴെയുള്ള വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്, അവർ സുവിശേഷ സത്യം അനുസരിച്ച് നടക്കുന്നില്ലെന്ന് കണ്ടിട്ട് പത്രോസിനെ ശകാരിക്കുന്ന പൗലോസിനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ പത്രോസ് എന്ന് പറയുന്ന അന്ന് ഫേമസ് ആയ ഒരു ലീഡർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു അപ്പോസ്തലനാണ്. എന്നിട്ട് പോലും താൻ ഒരു മൈനോറിറ്റി, മറ്റുള്ളവരെല്ലാം പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും താനൊന്ന് മിഷണറി യാത്രകളൊന്നും തുടങ്ങിയിരുന്ന സമയമായിരുന്നില്ലായിരിക്കാം. പക്ഷെ അന്ന് പോലും ആ ചെറിയൊരു ലീഡർ ആയിരുന്നപ്പോൾ അതിനുവേണ്ടി പത്രോസിനെ പോലും പരസ്യമായി മുഖാമുഖമായി ശകാരിക്കുമെന്ന് പറഞ്ഞ്. കാരണം ആരും സത്യം വിട്ടു പോകുവാനായിട്ട് പൗലോസ് ആഗ്രഹിച്ചില്ല. അത് ഏത് നേതാവായാലും പൗലോസ് എതിർത്തിരുന്നു. അത് ആരായിരുന്നാലും. കാരണം എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ എനിക്ക് മനുഷ്യരെ പ്രസാദിക്കുന്നവരായിരിക്കാൻ കഴിയുകയില്ല. 2 തോണിയിലും എനിക്ക് കാൽ വെക്കാനായിട്ട് കഴിയുകയില്ല. നമ്മൾ പിന്നെ കാണുന്നുണ്ട്, പൗലോസ് ചില ജൂഡായിസ് യഹൂദ മതാനുസാരികളെ ഭയപ്പെട്ടിട്ട് പത്രോസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്നും പിന്മാറിപ്പോവുകയും അവരെ പ്രസാദിപ്പിക്കാൻ ഇടയായി തീരുകയും ചെയ്തു. കാരണം എന്താ? സത്യം അറിയാതിരുന്നിട്ടല്ല, സത്യം അറിഞ്ഞിട്ടും ചിലരെ ഭയന്ന് ചിലത് നഷ്ടമായി പോകുമോ എന്ന് വെച്ച് അതിൽ നിന്ന് പിന്മാറുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ പൗലോസ് പറയാ, എനിക്ക് ഞാൻ സുവിശേഷത്തെ ഒന്നിനും ഞാൻ കോംപ്രമൈസ് ചെയ്യുകയില്ല. സുവിശേഷ സത്യം നിലനിൽക്കണം. ഇവിടെ പറഞ്ഞു, സുവിശേഷ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടത്. നിങ്ങൾ എന്നും ആ സുവിശേഷ സത്യത്തിൽ നിലനിൽക്കണം. അതിന് ഞങ്ങൾ
അവർക്കൊരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പൗലോസ് അപ്പോസ്തലൻ അന്ന് പത്രോസിനെ പോലോ മറ്റ് യഹൂദന്മാരെ പോലോ ഒക്കെ വഴങ്ങിക്കൊടുത്തായിരുന്നെങ്കിൽ ഇന്നും നാം ആരും വിശ്വാസികളും ക്രിസ്ത്യാനികളും ഒന്നും ആയി തീരത്തില്ലായിരുന്നു. അന്നു മുതലേ സുവിശേഷം നശിച്ചു പോകുമായിരുന്നു. പൗലോസിന് അപ്പോസ്തലനെ പോലുള്ളവരൊക്കെ മുമ്പോട്ട് വന്നതുകൊണ്ടാ അനേക ജാതികളായവർ ദൈവത്തെ അറിയുവാനൊക്കെ കാരണമായി തീർന്നു. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അന്നും പത്രോസിനെ വരെ ഖണ്ഡിക്കുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ വിചാരിക്കുമോ ജാതികളൂടെ പത്രോസ് ആഹാരം കഴിച്ചിട്ട് ഈ പൗലോസ് എന്തിനാ ശകാരിക്കുക എന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് വലിയൊരു സുവിശേഷ സത്യമാണ്. അന്ന് പൗലോസ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ഇന്ന് ദൈവത്തെ അറിയുമായിരുന്നില്ല. മിക്കവാറും അങ്ങനെ തന്നെ ആയിരുന്നായിരിക്കാം. കാരണം പൗലോസ് അന്ന് സുവിശേഷ സത്യത്തിനു വേണ്ടി നിൽക്കുവാനായിട്ട് ഇടയായത്. നമ്മളും നോക്കുക, നമ്മളും ദൈവം നമ്മെ സുവിശേഷത്തിന്റെ സത്യത്തിലേക്ക് വിളിച്ചിരിക്കുക. നമ്മെ ക്രിസ്തു തന്റെ രക്തത്താൽ വീണ്ടെടുത്ത് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തൊരു ദൈവപുത്രൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നാം ആ സത്യത്തിൽ നിന്ന് പിന്മാറിപ്പോയാൽ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സുവിശേഷ സത്യം എന്നും നമ്മളുടെ നിലനിൽക്കണം. ഏത് സമയത്താണെങ്കിലും എന്തിനാണേലും സുവിശേഷ സത്യത്തിന് വേണ്ടി മാത്രം നിലനിൽക്കണം. നമ്മുടെ ലോകത്തിന് ഒന്നിനും നമ്മെ ഒരു കാര്യത്തിലും ഇതിൽ നിന്ന് വ്യതിചലിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നാം കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയാം, നിങ്ങൾ വിശ്വസിച്ചതും നിങ്ങൾ നിലനിൽക്കുന്നതുമായ സുവിശേഷം നിങ്ങളോട് കൂടെ ഇരിക്കണം. അതെന്തുവാ ആ സുവിശേഷം? ക്രിസ്തു നമ്മുടെ തിരുവെഴുത്തുകൾ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം ദിവസം ഉയർത്തുന്ന ആ സത്യം മാത്രമേ ഉള്ളൂ. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമേ ഉള്ളൂ പ്രസംഗിക്കുന്ന ഒരു പൗലോസ് എന്ന് പറയുന്നുണ്ട്. കാരണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് സുവിശേഷത്തിന്റെ സത്ത എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊന്നുമില്ല. മറ്റുള്ളവർ കടന്നു വന്നിട്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ല പ്രസംഗിക്കുന്നത്. എന്താ പറയുന്ന സമാധാനം കൊടുക്കുന്ന ഒരു ക്രിസ്തു, രോഗം സൗഖ്യമാക്കുന്ന ഒരു ക്രിസ്തു, നമുക്ക് ഭൗതികമായ സാമ്പത്തികമായ നന്മ നേടിത്തരുന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കും. പക്ഷെ അവിടെ ക്രൂശ് പറയുന്നില്ല. നമ്മളുടെ വിശ്വാസവും പ്രത്യാശയും ഒന്ന് തന്നെ ആയിരിക്കണം. നാം ആ ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങി, തന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മളെ മക്കളും അവകാശികളുമാക്കി തീർത്തു. ഇനി നമ്മൾ ആ സത്യത്തിൽ നിന്നും വിട്ട് വേറൊരു സത്യത്തിലേക്ക് പോകരുത്. അതിൽ തന്നെ നിലനിൽക്കണം. ഒന്നിനും നമ്മുടെ ഒരു സ്വാതന്ത്ര്യം അല്ലെ, നമ്മൾ സുവിശേഷം അറിഞ്ഞവർ, നമ്മൾ ദൈവത്തെ വിശ്വസിച്ചവർ, നമ്മൾ ഒന്നിനും പിന്മാറിപ്പോകരുത്. ആർക്കും വഴങ്ങിക്കൊടുക്കരുത്. സുവിശേഷ സത്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറുവാൻ ഇടയായി തീരരുത്. ഒന്നിനും ജഡത്തിനോ ലോകത്തിനോ ഒന്നിനും മനുഷ്യർക്കോ നാം കീഴടങ്ങുവാനായിട്ട് കഴിയില്ല. സത്യത്തിൽ നിന്നും മാറാൻ നമ്മൾക്ക് എല്ലാവർക്കും, നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ അധികാരസ്ഥന്മാർക്ക് കീഴടങ്ങണമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. പക്ഷേ കീഴടങ്ങ വേണം. പക്ഷേ സത്യത്തിനെതിരായി എന്തു പറഞ്ഞാലും അതിന് നാം നമ്മെ തന്നെ വഴങ്ങി കൊടുക്കരുത്. നോക്കണം. കാരണം നമുക്കറിയാം, മിസ്രൈമിലെ ജനങ്ങൾ ഇസ്രയേലിയര് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നു അല്ലെ. അവര് മോശയുടെ കൂടെ വന്നു. അവർ സമുദ്രത്തിന് കീഴെ നടന്നു, മേഘത്തിന് കീഴിലായിരുന്നു. സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവർ ഒരേ ആത്മീയാഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പറയുന്നവർ കുടിച്ച് ആ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞു. എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതവർക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവരെ പോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ എന്ന് പറയുന്നുണ്ട്. അവരിൽ ചില വിഗ്രഹാരാധികളായി തീർന്നു, ചില പരസംഗം ചെയ്തു, ചില പരീക്ഷിച്ചു, ചില പിറുപിറുത്തു. എത്രയോ ആൾക്ക് ഒരു ദിവസത്തിൽ തന്നെ 23,000 പേർ നശിച്ചു പോയതാക്കി നമ്മൾ കാണുന്നുണ്ട്. എന്താ? അവര് ദൈവത്തെ കണ്ടില്ലേ? അവര് ദൈവത്തെ കണ്ടവരാ. ആത്മീയ ആഹാരം ഭക്ഷിച്ചവരാ. സ്വർഗീയ മല്ലന്മാരുടെ ആഹാരം ഭക്ഷിച്ചവരാ. പാറ പിളർന്ന് ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് വെള്ളം കുടിച്ചവരാ. ക്രിസ്തുവിന്ന മേഘസ്തംഭത്തിലും അഗ്നിത്തൂണിലും അവരെ നടത്തിയവരാ. കർത്താവ് മേഘസ്തംഭത്തിലും അഗ്നിത്തൂണായും കൂടെ ഇരുന്നവരെ നടത്തിയതാ. ദൈവത്തിന്റെ സകല അത്ഭുതങ്ങളെയും കണ്ടവരാ. പക്ഷെ എന്തു പറ്റി? മാറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് അവിടെ തന്നെ പറയുന്നുണ്ട്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ. നമുക്കും അങ്ങനെ തന്നെ പറയാം, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോഴും തന്റെ ഉയർപ്പിന് ശേഷവും പറയുന്നുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അല്ലെ?
യോഹന്നാന് പത്മോസിൽ പ്രത്യക്ഷനായ കർത്താവ് സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോൾ എല്ലാ സഭകളുടെയും ദൂതിനെ അവസാനം പറയുന്നുണ്ട്, കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഉള്ളവർ കേൾക്കട്ടെ എന്നല്ല പറയുന്നത്, കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ. വെറുതെ ചെവിയല്ല, ഗ്രഹിക്കണം. ആ സത്യത്തിൽ നിലനിൽക്കണം. നമുക്ക് കാര്യമുള്ളത് ദൈവത്തോടാണ്. നാം സത്യം വിട്ട് അതിൽ നിന്ന് മാറിപ്പോയാൽ നാം തന്നെയാണ് ശിക്ഷാവിധിക്ക് യോഗ്യരാകുന്നത്. അന്ന് നമ്മുടെ കൂടെ ആരും വരത്തില്ല. അതുകൊണ്ട് സത്യത്തിനെതിരെ എന്ത് കണ്ടാലും നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും അതിൽ നിങ്ങളെ കോംപ്രമൈസ് അല്ലെ നമ്മെ കോംപ്രമൈസ് ചെയ്യുവാനായിട്ട് ഇടയാക്കരുത്. സത്യത്തിന് വേണ്ടി എപ്പോഴും നിൽക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രസംഗിക്കുന്നവരെ കുറിച്ച് അത് പറയുന്നെങ്കിൽ സത്യവചനത്തെ യഥാർത്ഥമായി അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളവരായി, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി നിൽപ്പാൻ ശ്രമിക്കുക. നമ്മെ ഓരോരുത്തരെയും ദൈവം ആക്കിയിരിക്കുന്ന വിശ്വസ്തരായ ഗൃഹവിചാരന്മാരാകേണ്ടതിനാണ്. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നു അവർ വിശ്വസ്തരായിരിക്കണമെന്നാണ്. നമ്മൾക്കൊന്നും വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യുവാൻ കഴിയില്ല എങ്കിലും നമ്മെ ഏൽപ്പിച്ച സ്ഥലത്ത് അല്പത്തിൽ വിശ്വസ്തനായിരിക്കുകയാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ നാം ആയിരിക്കണം. കർത്താവ് നമ്മെ കുറിച്ച രീതിയിലായിരിക്കണം. നാം നമ്മെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു? നമ്മളൊക്കെ ചിലവരൊക്കെ പ്രാർത്ഥിക്കുന്ന കേൾക്കട്ടെ, കർത്താവെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെയൊക്കെ നിവർത്തിച്ചു തരണേ. അതല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ ചിലപ്പം ദൈവരാജ്യത്തിന് വേണ്ടി പലതും ചെയ്യുമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നല്ലായിരിക്കാം. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ദൈവത്തിനോട് പറയുകയൊക്കെ ചെയ്യാം. പക്ഷെ കർത്താവെ, ദൈവരാജ്യത്തിന് വേണ്ടി ആണേലും അങ്ങ് ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രമായി തരുന്നു. അതിൽ കവിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും വേണ്ട. ദൈവസത്യത്തിന് വേണ്ടി എന്ന് നിലനിൽപ്പ. ദൈവരാജ്യത്തിൽ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നല്ല പൗലോസ് പറയുന്നത്. ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ ശാപഗ്രസ്തനായി തീരാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയാണ് അത്രേ ചെയ്യുന്നത്. ഇതൊക്കെ സുവിശേഷ സത്യമാണ്. കാരണം എല്ലാവരോടും പ്രസംഗിക്കാം. പത്രോസും പ്രസംഗിച്ചതാ. പത്രോസും സത്യം അറിയാമായിരുന്നു. എന്നിട്ടും ചിലരെ ഭയപ്പെട്ട് പത്രോസ് മാറി നിന്നെന്നാ പറയുന്നത്. നമുക്കത് പഠിക്കാം. പക്ഷെ അതുകൊണ്ട് നമ്മളും ചിലരെ ഭയക്കരുത്. ഭയപ്പെടണം. അധികാരസ്ഥങ്ങളെയൊക്കെ ഭയപ്പെടണം. അതുപോലെ എല്ലാം ചെയ്യണം. പക്ഷെ നന്മ ചെയ്യുക, സുവിശേഷ സത്യത്തിന് വേണ്ടി നിൽക്കുക. നാം വന്ന കൃപയിൽ നിന്ന് നാം മാറിപ്പോകരുത്. നാം അതിൽ തന്നെ നിലനിൽക്കുക. സുവിശേഷം ഒന്നേയുള്ളൂ. ആ സുവിശേഷത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ഒരുവൻ വില കൊടുത്തു. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. അതിൽ വേറെ ഒന്നുമില്ല. ക്രൂശിലാണ് സകലവും നടന്നത്. എല്ലാവർക്കും ക്രൂശ് വേണ്ട. എന്താ? ആ ക്രൂശ് കഷ്ടമുള്ളതാണ്. എന്നെ അനുഗമിക്കുന്നവർ തന്റെ ക്രൂശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാ പറയുന്ന കർത്താവ്. പക്ഷെ അതൊന്നും വേണ്ട ആർക്കും. കഷ്ടം സഹിപ്പാനൊന്നും കഴിയത്തില്ല. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, അവന്റെ മരണത്തിന്റെ സദൃശ്യത്തോട് അനുരൂപരായി എങ്കിൽ നിങ്ങൾ അവന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോടുമാകി അനുരൂപരായി തരും. ആ മരണത്തിന്റെ സദൃശ്യത്തോട് അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിനോട് കൂടെ മരിക്കണം. ഒരു മനുഷ്യന് 2 ക്രൂശീകരണമാണുള്ളത്. ഞാൻ പറയാൻ വന്നാലെങ്കിലും പറഞ്ഞു പോവാം. ഒരു മനുഷ്യന് 2 ക്രൂശീകരണമാണുള്ളത്. ഒന്ന്, നാം ക്രിസ്തുവിനോട് കൂടെ മരിക്കണം. ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. ക്രിസ്തുവിനോട് മരിക്കണമെന്ന് പറഞ്ഞാൽ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് നാം വിശ്വസിക്കണം. അതുപോലെ നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിക്കണം. ഒരു പ്രാവശ്യം നടക്കുന്ന സംഭവമാണ്. പക്ഷേ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു ക്രൂശീകരണമുണ്ട്. നമ്മുടെ ജഡത്തെ എന്നും ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട അവസ്ഥയിലാക്കി തീർക്കണം. റോമാലേഖനം 6-ന്റെ 6 പറഞ്ഞു, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യനെ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട അവസ്ഥയിലാക്കി തന്നെ. ഒരു മനുഷ്യന് 2 ക്രൂശീകരണമുണ്ട്. മറന്നു പോകരുത്. ഒന്ന്, ആദ്യത്തെ ക്രൂശീകരണം അത് ഒരിക്കൽ മാത്രം നടക്കുകയാണ്. നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ ഒരിക്കൽ ക്രൂശിക്കപ്പെട്ടു എങ്കിൽ ആ ക്രിസ്തു നമ്മിൽ ജീവിക്കും. വീണ്ടും നമ്മൾ ദൈവത്തിനെ ക്രൂശിക്കരുതേ. അതിനു വേണ്ടിയിട്ട് നാം എന്താ ചെയ്യണം? നമ്മുടെ ജഡത്തെ ഓരോ ദിവസവും ആ
പഴയ മനുഷ്യൻ ഉയർന്നു വരാൻ, ജഡത്തിലാ ജീവിക്കാൻ, നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ, നമ്മളുടെ കണ്ണും കാതും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ നമ്മെ അതിലേക്ക് വഴിച്ചുകൊണ്ട് പോകുന്ന ജഡത്തിലേക്കും ലോകത്തിലേക്കും വഴിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞ ലോകത്തിന് വേണ്ടി, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നാമും ലോകത്തിന് ക്രൂശിക്കപ്പെട്ടവരായിരിക്കണം, നാം ജഡത്തിന് ക്രൂശിക്കപ്പെട്ടവരായിരിക്കണം. എന്നും ക്രൂശ് വഹിച്ചു കൊണ്ടു പോകുന്ന ഒരവസ്ഥ, എന്നും നമ്മുടെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കേണ്ട അവസ്ഥ. ആ രണ്ട് ഒരു ക്രൂശീകരണം ഒറ്റ സമയത്തേ ഉള്ളൂ, മറ്റൊരു ക്രൂശീകരണം എന്നും ഉണ്ട്. അപ്പൊ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവന്റെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജഡത്തെ ക്രൂശിക്കപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കണം. അപ്പം അങ്ങനെ നമ്മൾ എനിവേ അവിടെ പറയുന്നുണ്ട്, സുവിശേഷന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിനെ, ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞു പോയതാണെങ്കിലും 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന് 1, 2, 3 വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം, നമുക്ക് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. 1 കൊരിന്ത്യർ 15-ന്റെ 1, 2, 3. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷത്തെ, പൗലോസ് പറഞ്ഞ സുവിശേഷം, നിങ്ങൾക്ക് ലഭിച്ചത് ആ സുവിശേഷം, നിങ്ങൾ ഇപ്പോഴും സുവിശേഷത്തിൽ നിൽക്കുന്ന, നിങ്ങൾ വിശ്വസിച്ചത് അത് ആ സുവിശേഷം മാത്രമാണ്, വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സത്യസുവിശേഷം എന്താണെന്ന് താൻ പറയുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ ആ സുവിശേഷം ഒന്ന് തന്നെയുള്ളൂ, അത് ഒരു സത്യം മാത്രമേ ഉള്ളൂ, അത് സുവിശേഷ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. പലരും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വേണ്ട, അവർക്ക് സൗഖ്യമാക്കുന്ന ക്രിസ്തുവിനെ മതി. എന്തുകൊണ്ടാണ്? ക്രൂശിൽ ക്രിസ്തുവിനോട് കൂടെ മരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട്. കാരണം നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിൽ തറയ്ക്കുവാൻ ഇഷ്ടമില്ലാത്തവരാണ് രക്ഷയ്ക്ക് വേറൊരു മാർഗം അന്വേഷിക്കുന്നത്. കാരണം എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, എനിക്ക് എന്താ പറയുക, യൂട്ടിലിറ്റേറിയൻ തിയറി, എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു യേശുവിനെ എനിക്ക് മതി. പക്ഷെ എന്റെ പാപങ്ങൾ മോചിച്ച് എനിക്ക് വേണ്ടി സമർപ്പിച്ച ആ ക്രിസ്തുവിനെ, ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ എനിക്ക് വേണ്ട. കാരണം അവനോടുകൂടെ മരിക്കാൻ എനിക്ക് തയ്യാറല്ല. പക്ഷെ നാം അവനോടുകൂടെ മരിച്ചവരാ. എന്നും ഇനി നമ്മുടെ ജഡത്തെ മരിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. നാം ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവര് ആയിത്തീരരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പം പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഒന്നിനും മറയാക്കാതെ മുമ്പോട്ട് പോവുക, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അനുസരിച്ചുകൊണ്ട് ആ സത്യത്തിൽ നിലനിൽക്കുക. സുവിശേഷന്റെ സത്യം നിങ്ങളോടുകൂടെ എന്നും ഇരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വഴങ്ങിക്കൊടുത്തില്ല. ഒന്നാലോചിച്ച് നോക്കിയേ, പൗലോസ് നമ്മളോടിപ്പം പറയുക, സുവിശേഷന്റെ സത്യം നിങ്ങളോടുകൂടെ എന്നും നിലനിൽക്കേണ്ടതിന് ഞാൻ അവർക്ക് ഒരു നാളും വഴങ്ങിക്കൊടുത്തില്ല. അപ്പം പൗലോസ് അപ്പോസ്തലൻ അന്ന് വഴങ്ങിക്കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടുന്ന് സുവിശേഷം കേൾക്കുന്നത്. അതുകൊണ്ട് നാം വഴങ്ങിക്കൊടുക്കാതിരുന്നാൽ, നമ്മുടെ തലമുറകളൊക്കെയും സുവിശേഷം വഴങ്ങിക്കൊടുക്കാതിരുന്നാൽ നമ്മുടെ തലമുറകളൊക്കെ അറിയാനും അവരെല്ലാവരും നിത്യജാതത്തിന്റെ അവകാശികളായി തീരുവാനും പുതിയ തലമുറ എന്നും ഉണ്ടാകുവാനും ക്രിസ്തുവിനെ അറിയുന്ന ഒരു തലമുറ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് 6-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 6-ാമത്തെ വാക്യം. പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ചിട്ട് തന്നിട്ടുമില്ല. പ്രമാണികൾ എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരെ കുറിച്ചാണ്. പൗലോസ് യെരൂശലേമിലാണല്ലോ ഇപ്പം. അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല. അവര് നമ്മളെ POC പറയുന്ന എങ്ങനെ, തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്കും കൂടുതലായി ഒന്നും ലഭിച്ചില്ല. അവരെന്താണെന്ന് ഞാൻ ഗവനിക്കുന്നതേ ഇല്ല, അവരാരാണെന്ന് ഞാൻ ഗവനിക്കുന്നതേ ഇല്ല. അതുകൊണ്ടല്ലേ പത്രോസിനോട് എതിർത്ത് നിൽക്കാനായിട്ട് പൗലോസിന് ഇടയായി തീർന്നത്. അവര് വലിയവരാണെന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ പൗലോസിന് അങ്ങനെ എതിർത്ത് നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം അവരെന്താണെന്ന് ഞാൻ ഗവനിക്കുന്നില്ല. ദൈവം മുഖം നോക്കുന്നില്ലല്ലോ, അതുപോലെ ഞാനും മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. അപ്പം പൗലോസ് പറയുന്നുണ്ട്, പ്രമാണികൾ, അപ്പോസ്റ്റൽസ്, ഇപ്പം പത്രോസോ യോഹന്നാനോ യാക്കോബോ, അവർ ആരായിരുന്നാലും എനിക്ക് ഏതുമില്ല. കാരണം ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം അതെനിക്ക് ദൈവത്തിന്റെ വെളിപ്പാടിനാലാണ് കിട്ടിയത്. എനിക്ക് അവരിൽ നിന്ന് ആരും നിന്നും അല്ല എനിക്ക് കിട്ടിയത്, എനിക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ എനിക്ക് ലഭിച്ചതാണ്. ആ സുവിശേഷ സത്യത്തിൽ ഞാൻ എന്നും നിലനിൽക്കും. അതുകൊണ്ട് ആർക്കും വഴങ്ങി കൊടുക്കുവാനായിട്ടും ഞാൻ
അവിടെ ഞാൻ അനുവദിക്കുകയില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു സമയത്തേക്ക് പോലും, ആ ഒരു ഷോർട്ട് പീരീഡിലേക്ക് പോലും ഞാൻ അവർക്ക് വഴങ്ങിക്കൊടുക്കുവാൻ അനുവദിക്കത്തില്ല. എന്നിട്ട് പക്ഷെ നമുക്കറിയാം അവിടെ യെരുശലേം സഭയിലാണ് കള്ള സഹോദരന്മാർ നുഴഞ്ഞു കയറിയത് അല്ലേ. പ്രമാണികളെന്ന് എണ്ണപ്പെട്ടവർ, തൂണുകളായി എണ്ണപ്പെട്ടവരുള്ള സഭയിലാ അവര് നുഴഞ്ഞു കയറിയത്. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ലായിരുന്നു, അവരെ അനുവദിക്കുകയായിരുന്നു ചെയ്ത്. പത്രോസും യാക്കോബും യോഹന്നാനും എന്ന വലിയ നേതാക്കളും മറ്റുള്ള അപ്പോസ്തലന്മാരും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു സഭയില് നുഴഞ്ഞു കയറി കള്ള സഹോദരന്മാർ വരുവാൻ ഇടയായി തീർന്നപ്പോ പൗലോസ് പറയുകയാണ്, അവര് വാക്കുകൾക്കിടയിലൂടെ നമുക്ക് വായിച്ചാലായിട്ട് മനസ്സിലാകും, അവരെ അനുവദിക്കുകയായിരുന്നു. അപ്പം പറയുകയാണ്, പ്രമാണികളായവരും അവർ പണ്ട് എങ്ങനെയുള്ളവരാണല്ലോ എനിക്ക് കാര്യമില്ല, ക്രിസ്തുവിൽ നമ്മൾ ആരംഭിച്ചപ്പോൾ നല്ല ഒരു തുടക്കം നമുക്കായിരുന്നു. പക്ഷെ നമ്മൾ എങ്ങനെ നല്ല തുടക്കം വേണം, എന്നാലേ നല്ലതായിട്ട് അവസാനിക്കാൻ ഒക്കത്തുള്ളൂ. പക്ഷെ തുടക്കം എങ്ങനെയെന്നല്ല, നമ്മുടെ തുടർച്ചയും അവസാനവും എങ്ങനെ ആയിരിക്കണം. കാരണം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ മിസ്രൈമിൽ നിന്ന് കുറെ ജനങ്ങള് ആർപ്പോടും സന്തോഷത്തോടും തപ്പോടും കിന്നരത്തോടും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷെ അവരിൽ രണ്ടുപേർ ഒഴിച്ച് ആരും കനാൻ നാട്ടിലെ കയറിയില്ല. കാരണം എന്താ? അവരുടെ തുടക്കം നല്ലതല്ലായിരുന്നിട്ടല്ല, അവരുടെ തുടർച്ച ശരിയല്ലായിരുന്നു. അപ്പൊ ഇവിടെ പറയണ പ്രമാണികളായവർ പണ്ട് എങ്ങനെയുള്ളവരാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അവർ ഇപ്പോൾ എങ്ങനെയാണെന്നാണ് എന്റെ പ്രശ്നം. കർത്താവ് നമ്മളോട് ചോദിക്കുന്ന എങ്ങനെ, നിങ്ങൾ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നെന്ന് എനിക്ക് പ്രശ്നമൊന്നുമല്ല, പക്ഷെ ഇപ്പോഴും എങ്ങനെയുള്ളവരാ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനം എഴുതുമ്പോ നമ്മൾ പഠിച്ചതാ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ. അത് പ്രസന്റ് ടെൻസാ. കഴിഞ്ഞ പ്രാവശ്യത്തെ വിശ്വാസം പോരാ എനിക്ക്, ഇന്നലത്തെ വിശ്വാസം പോരാ എനിക്ക്. പലരും സാക്ഷ്യം പറയുമ്പോ, ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, ഞാൻ പണ്ട് അത് ചെയ്തിട്ടുണ്ട്, പണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് എങ്ങനെയായിരുന്നു അല്ലോ എന്ന് പറയുന്നുണ്ടോ? ഇന്ന് നമ്മൾ എങ്ങനെയാ? പണ്ട് ആയിരുന്നതിലും ഇച്ചിരി കൂടെ നാം ദൈവത്തോട് അടുക്കുന്നുണ്ടോ? ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ നാം ദൈവവചനം നല്ലോണം പഠിക്കാൻ ഇഷ്ടമുള്ളവരായിരുന്നു. ഇപ്പൊ നമുക്ക് ആഗ്രഹമുണ്ടോ? കർത്താവിലേക്ക് നമുക്ക് എപ്പോഴും അടുത്തു വരാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ക്രിസ്തു നമ്മൾ വസിക്കുന്ന അനുഭവം നമുക്കുണ്ടോ? പ്രാർത്ഥനയിൽ കൂടുതൽ നേരം തന്നെ നാം ഇരിക്കുന്നുണ്ടോ? കർത്താവിനോട് ഞാൻ സംസാരിക്കുന്നുണ്ടോ? ദൈവവചനം ഞാൻ പഠിക്കുന്നുണ്ടോ? ഇതാ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി വലുതും ചെയ്യുമെന്നല്ല നാം നോക്കണ്ടേ. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്, അവന്റെ മുമ്പിലാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്. 2 കൊരിന്ത്യർ 5:10 ഇങ്ങനെ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കണം. എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിൽ മുമ്പ് കണക്ക് ബോധിപ്പിക്കേണ്ടതാകും. നമ്മെ തന്നെയാ ബോധിപ്പിക്കണം, നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഓരോരുത്തരാ. അപ്പം നമ്മൾ തുടക്കം എങ്ങനെയാണെന്നല്ല, നമ്മുടെ തുടർച്ചയും നമ്മുടെ അവസാനവും എങ്ങനെയായിരിക്കണം. അങ്ങനെയായാൽ മാത്രമേ നമുക്ക് ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. മനുഷ്യരെ നമ്മൾ കണക്ക് ബോധിപ്പിച്ചത് ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതാ. നമ്മുടെ കണക്ക് ദൈവത്തോടായിരിക്കണം. നമുക്ക് മുമ്പോട്ട് പോകാം, സുവിശേഷത്തിൽ ഉറച്ചു നിൽക്കാം, നമ്മൾ കേട്ട വചനത്തിൽ നാം വിശ്വസിക്കാം, നമ്മൾ കേട്ട വചനം നമ്മൾ ഉറയ്ക്കാം. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾ വളരെ വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരുപ്പിൻ. നിങ്ങൾ ക്രിസ്തുവിൽ വേരൂന്നുക. ആ കാട്ടൊലിവായ നമ്മെ നല്ല ഒലിവ് മരത്തോട് കൂട്ടിച്ചേർത്തിട്ടെ ഫലപ്രദമായ ആ ഒലിവ് മരത്തിന്റെ പങ്കാളികളാക്കി തീർത്തു. നാം പ്രശംസിക്കുന്നു എങ്കിൽ എന്തിനാ പ്രശംസിക്കുന്നത്? കൊമ്പുകളെ പോട്ട് പ്രശംസിക്കരുത്. കൊമ്പുകളിൽ ഫലം കാണുമായിരിക്കാം, പക്ഷെ ആ ഫലങ്ങൾ കൊമ്പുകൾ ഉണ്ടാകുവാൻ കാരണം ആ വേര് അടിത്തറയുള്ളതായിരുന്നു. ആ വേരിലാണ് നാം നിലനിൽക്കുന്നത്. നമ്മൾ ഫലം കണ്ടേക്കാം, മറ്റുള്ളവർ കണ്ടേക്കാം, നമ്മളെ കാണുന്നവർ ഫലം അനുഭവിച്ചേക്കാം, പക്ഷെ കൊമ്പുകൾ നേരെ നാം ഒന്നിലും പ്രശംസിക്കരുത്. കാരണം നാം വേരിനെയല്ല ചുമക്കുന്നത്, വേര് നമ്മയാ ചുമക്കുന്നത്. അതുകൊണ്ട് ആ വേര് നിലനിന്നാൽ മാത്രമേ കൊമ്പുകളിൽ ഫലം ഉണ്ടാകുവാനായിട്ട് കഴിയത്തുള്ളൂ. 15 യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ വെട്ടി തീയിലിട്ട് ചുട്ടുകളയെന്ന് പറയുന്നുണ്ട്. എന്നും ഫലം കായ്ക്കണം. അവൻ നമ്മെ തെരഞ്ഞെടുത്തത്
നാം നിലനിൽക്കുന്ന ഫലം കായ്ക്കാനായിട്ടാ. ആ ഫലം നമ്മൾ വളരണം, നാം ക്രിസ്തുവിൽ വളരണം, ക്രിസ്തുവിൽ വേരൂന്നണം, ആത്മീയ വർധന പ്രാപിക്കണം, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് അനുസരിച്ച് പോകണം, ക്രിസ്തു നമ്മൾ ഉരുവാകണം, ക്രിസ്തു നമ്മൾ വളരണം, ക്രിസ്തു എന്ന തലയോളം നാം വളരണം. താൻ ഇരിക്കുന്നത് പോലെ നാം അവനെ കാണണം, ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കണം. അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം എന്തും ചെയ്യുന്നതൊന്നും അല്ല, നാം ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ അവിടെ പ്രമാണികൾ ഉണ്ടായിരുന്നു, പക്ഷെ അവർ അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പൗലോസ് പിന്നെ എതിർക്കുന്നുണ്ട്. അപ്പം പൗലോസ് പറയുക, താൻ ആരുടെയും മുഖം നോക്കുന്നില്ല, ദൈവം ആരുടെയും മുഖം നോക്കാത്തതുപോലെ തൻ്റെ കടപ്പാട് മുഴുവൻ ആരോടാ? ദൈവത്തോടാ. ഈ ലോകത്തോടല്ല, ഈ ലോകത്തിലെ മനുഷ്യരോടുമല്ല, ദൈവത്തോട് മാത്രമേ ഉള്ളൂ നമ്മുടെ പൗലോസിന്റെ കടപ്പാട്. അതുപോലെ നമ്മൾക്കും ആരോടും കടപ്പെടേണ്ട, ദൈവത്തോട് മാത്രം നമുക്ക് കടപ്പെട്ടിരിക്കാം. ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വാക്യത്തിലേക്ക് പോയാൽ നമുക്ക് ചിലപ്പോൾ തീർക്കുവാനായിട്ട് കഴിയത്തില്ല. നമ്മളെ തന്നെ നോക്കുക. നമ്മൾ ക്രിസ്തുവിലാകുന്നതിന് മുമ്പേ നാം ആരായിരുന്നു? നാം എങ്ങനെയുള്ളവരായിരുന്നു? എഫേസ്യ ലേഖനം 2:1-2 ഇങ്ങനെ പറയുന്നുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മെ ദൈവം ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ചു. പിന്നെ പറയുന്നു, നാം ആരായിരുന്നു എന്ന് പറയുന്നു. നമ്മളെ ഈ ലോകത്തിന്റെ കാലഗതിക്കും അനുസരണക്കേണ്ട മക്കൾ വ്യാപരിക്കുന്ന ശക്തിക്കുമൊക്കെ ആത്മാവിനുമൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിരുന്നു. പക്ഷേ 4-ാമത്തെ വാക്യം പറയുന്നുണ്ട്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കാനായിട്ട് സ്വർഗസ്ഥലങ്ങളിലാണ് നമ്മെ ഇരുത്തിയിരിക്കുന്നത്, അല്ലേ? ആ സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുന്ന നാം, ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൽ ഇരിക്കുക നമ്മൾ കാണുന്നില്ല, നമ്മൾ ഭൂമിയിൽ ഇരിക്കുക. പക്ഷെ ആ സ്വർഗത്തിൽ ഇരിക്കുക എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു എങ്കിൽ ആ സ്വർഗത്തിൽ ഇരിക്കുന്ന നാം ഭൂമിക്ക് അവകാശികളായി പോകരുത്, ജഡത്തിന് അവകാശികളായി പോകരുത്. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിക്കുന്നവരായിരുന്നു നമ്മളല്ലേ. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. ഹൃദയപൂർവ്വം നാം അനുസരിച്ചത് കൊണ്ടാ ദൈവത്തിന്റെ മക്കളായി തീരാൻ നമുക്ക് ഇടയായി തീർന്നത്. ആ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരാ. പൗലോസിനെ കൂടെ പറയണം, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കാൻ ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട നമ്മുടെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളിലൂടെ എന്നും ക്രൂശിക്ക് പോകണം. നമ്മൾ കേൾക്കുന്നതിന് പുറകെ പോകരുത്. ദൈവവചനമായിരിക്കണം നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ളത്. ദൈവവചനത്തിൽ ആശ്രയിക്കുക, ദൈവവചനം പഠിക്കുക. എപ്പോഴും ഞാൻ പറയും, ദൈവവചനം പഠിക്കുക, കാണാതെ പഠിക്കുക. എന്ത് വന്നാലും നമുക്ക് ഭയപ്പെടാനുള്ള കാര്യമില്ല. അത് നമ്മെ ബലപ്പെടുത്തും, അത് നമ്മെ ശക്തീകരിക്കും. വചനത്തിൽ ഉറച്ചു നിൽക്കുക. അതാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്, ഈ സങ്കീർത്തനങ്ങളിലാണെങ്കിലും വായിക്കുന്നത്, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം. അതിനൊരിക്കലും മാറ്റമില്ല. അതിനോട് നമ്മളൊന്നും കൂട്ടേണ്ട കാര്യമില്ല, അതിനോടൊന്നും കുറയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മള് വെളിപ്പാട് പുസ്തകത്തിൽ അവസാന അധ്യായങ്ങൾ വായിക്കുമ്പോൾ, എവിടാണെന്ന് ഞാൻ ഇപ്പൊ ഓർക്കുന്നില്ല, വായിക്കുമ്പോൾ പറയുന്നത്, ഭീരുക്കൾ, അവിശ്വാസികൾ ആരും ഇവിടെ പോകത്തില്ല, സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഭീരുക്കള് വെറുതെ ഭയപ്പെടുന്നവരല്ല, മറ്റുള്ളവരെ ഭയന്ന് സുവിശേഷത്തിൽ നിന്ന് മാറിപ്പോകുന്നവർ, സുവിശേഷ സത്യം അനുസരിക്കാതെ പോകുന്നവർ, സുവിശേഷ സത്യത്തിൽ നിലനിന്നിട്ട് മറ്റുള്ളവരെ ഭയപ്പെട്ട് സാഹചര്യങ്ങൾക്കും മനുഷ്യർക്കും അല്ലെങ്കിൽ ലോകത്തിനും അധീനതപ്പെട്ട് അതിൽ നിന്ന് മാറിപ്പോകുന്നവർ ഭീരുക്കൾ. അല്ലാതെ ലോകത്തിൽ ഇഷ്ടം പോലെ ഭീരുക്കൾ, നമ്മളെല്ലാം പലരെയും നമ്മൾ പലതിലും ഭയമുള്ളവരെ. നമുക്ക് പാമ്പിനെ പേടിയില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? അല്ലേ? കൊതുകിനെ പോലും പേടിയുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്, അല്ലേ? അപ്പൊ എല്ലാത്തിനും പേടിയുള്ളവരല്ല. ആ പേടിയല്ല പറയുന്നത്. ക്രിസ്തുവിന്റെ സത്യത്തിൽ നിന്ന് മറ്റുള്ളതിനെ ഭയന്ന് ക്രിസ്തുവിന്റെ സത്യത്തിൽ നിന്ന് മാറിപ്പോകുന്നവർ, അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലായിട്ടും അതനുസരിക്കാതെ നിൽക്കുന്നവർ. സത്യം എനിക്കറിയാം,
പക്ഷെ ഞാൻ അനുസരിക്കാൻ തയ്യാറല്ല. എനിക്ക് സാഹചര്യങ്ങളെ പേടിയാ. അതുകൊണ്ട് ഒന്നിനും കോംപ്രമൈസ് ചെയ്യാതെ ദൈവസത്യത്തിൽ ഉറച്ചു നിന്ന് നാം പഠിച്ച ആ വചനം നമ്മൾ പ്രകാശിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. പഠിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുക. പഠിക്കാത്ത ഒന്നും ദൈവം നമ്മളോട് ചോദിക്കത്തില്ല. നമ്മൾ കേൾക്കാത്ത ഒന്നും കർത്താവ് നമ്മളോട് ചോദിക്കത്തില്ല. നമ്മൾ കേട്ടതനുസരിച്ചേ ദൈവം നമ്മോട് ചോദിക്കത്തുള്ളൂ. നാം ഓരോരുത്തരും ദൈവത്തിന്റെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിങ്ങളെക്കാൾ അധികം ചോദിക്കുന്ന എന്നോടാണ്. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുക തന്നെ വേണം. എപ്പോഴും പൗലോസ് പറഞ്ഞതുപോലെ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ എന്നെ തന്നെ കൊള്ളരുതാത്തവനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയാണ് ചെയ്യുന്നത്. നാം ലോകത്തിനും ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടവർ ഈ ലോകത്തിനും ജഡത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പഴയ മനുഷ്യനെ നാം മുരിഞ്ഞു കളഞ്ഞ് നമ്മെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ആ ക്രിസ്തുവിലെ പുതിയ സൃഷ്ടിയായി നമുക്ക് ജീവിക്കാം. എന്താ പറഞ്ഞ ഒരു നിരയനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം അങ്ങ് പോയി. കാരണം ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ ഒക്കത്തുള്ളൂ. പഴയ മനുഷ്യനെ അതിന്റെ രാഗമോഹങ്ങളോടെ എല്ലാം ഉരിഞ്ഞു കളഞ്ഞിട്ട് ആ ക്രൂശിൽ വെച്ചിട്ട് എഴുന്നേറ്റ് വരിക. അങ്ങനെ നാം പോകണം. ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വരാം ജഡം. പക്ഷെ അതിനെയൊക്കെ ഓരോ ദിവസവും പ്രാർത്ഥനയാല് ദൈവത്തിന് കഴിയാൻ വയ്യാത്ത ഒന്നുമില്ല. നമ്മളെല്ലാം ബലഹീന മനുഷ്യരാ. നമ്മള് മോഹങ്ങൾക്കും എല്ലാത്തിനും അടിമപ്പെട്ടു പോകുന്നവരാ. നമുക്ക് ഇഷ്ടം പോലെ കൈവിരളിൽ ഇരിക്കുമ്പോൾ തന്നെ അല്ലെ, വിരൽത്തുമ്പിലാ നമുക്ക് ലോകം മുമ്പലുണ്ടല്ലേ. ഞാനും അതിൽ ഉൾപ്പെടുന്നവരെ. നമ്മളെല്ലാവരും ഒന്ന് കാണും, പിന്നെ കാണും, 1 മിനിറ്റേ ഉള്ളൂ, സാരമില്ല, അടുത്ത മിനിറ്റ് കൂടെ ഒന്ന് കാണാം. അങ്ങനെ മിനിറ്റുകൾ പോകുന്നത് നമ്മൾ അറിയത്തില്ല അല്ലേ. ചിലപ്പം കുക്കിംഗ് വീഡിയോ ആയിരിക്കും നമ്മൾ കാണുന്നത്, ചിലപ്പം കൊച്ചുങ്ങളെ കുറിച്ചുള്ളത്. എൻ്റെ കാര്യം കൂടെ പറയുന്നത് കേട്ടോ. ഞാൻ നിങ്ങളെല്ലാവരും വ്യത്യസ്തരൊന്നുമല്ല. കുക്കിംഗ് വീഡിയോ ആയിരിക്കും കാണുന്നത്, ചിലപ്പം കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും. നല്ല രസമല്ലേ കേൾക്കാനല്ലേ. പക്ഷേ നാം അറിയാതെ തന്നെ നമ്മെ ലോകം വലിച്ചുകൊണ്ട് പോവുകയാണ്. നമുക്ക് ചിലപ്പോൾ നമ്മെ തന്നെ നിയന്ത്രിക്കാനൊന്നും കഴിയുകയില്ല. പ്രാർത്ഥിക്കുക, കർത്താവേ അതിൽ തന്നെ മോചിപ്പിക്കണമേ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടതാ. ഈ ജഡത്തിനും അതിൽ ലോകത്തിനും അധീനമാകാതെ എന്നെ തന്നെ ക്രൂശിച്ച് ക്രിസ്തുവിന് വേണ്ടി എന്നും നിൽപ്പാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ഓരോ ദിവസവും പ്രാർത്ഥിക്കാം. നമുക്കതായിരിക്കണം പ്രാർത്ഥിക്കണം. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന് അനുരൂപമായി ജീവിക്കാനാണ്. നമുക്ക് ഇത് മറ്റുള്ളതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊന്ന് പറയാം, കർത്താവേ ഫലം, ആത്മീക ഫലം നമ്മൾ നിറങ്ങണം. എന്താ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, ഇന്ദ്രിയജയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേതിനകത്തൊന്നും പോകേണ്ട കാര്യമില്ല. അതൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് തരും. നമ്മൾ ഭൗതിക കാര്യങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതിലും അധികമായി ആത്മീക അനുഗ്രഹങ്ങൾ ദൈവം തരാനാണ് നമ്മെ ആഗ്രഹിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് എത്ര നല്ല ദാനങ്ങളെ തരുവാൻ ആഗ്രഹിക്കുന്നു. ഭൗതികമായി നമുക്കെല്ലാം തരും. മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കും, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഉണ്ണുവാനും ഉടുക്കാനുള്ള എല്ലാം ദൈവം തരും. പക്ഷെ ആദ്യം കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. നമ്മൾ മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടത് പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ എന്നും ക്രൂശിക്കപ്പെട്ട അവസ്ഥയിലായി ജീവിപ്പാൻ ദൈവം യുവജനങ്ങളെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.